നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ചുമരിനുള്ളിൽ, അവരുടെ മുറിക്കുള്ളിൽ ഒതുങ്ങി നിന്നാൽ മതി എന്നാണ് പലരും പറയാറുള്ളത്. അതല്ല, അവർക്ക് തമ്മിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ കുടുംബക്കാർ ഏറ്റെടുക്കുകയും അത് വഷളാക്കി കൈ തരുകയും ചെയ്യും. രണ്ടിനെയും രണ്ട് പാത്രമാക്കി മാറ്റിയിട്ടുമുണ്ട്. എന്നാൽ അത്തരത്തിൽ രണ്ടുപേരും തമ്മിൽ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭാര്യയാവുമ്പോഴും ഭർത്താവാവുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകും. പക്ഷേ അതൊക്കെ തങ്ങളുടെ പ്രശ്നം മാറ്റി നിർത്തിക്കൊണ്ട്, തങ്ങളുടെ കാലിലെ മന്ത് മാറ്റിക്കൊണ്ട് മറ്റുള്ളവന്റെ മുറിവിനെ ചൂണ്ടിക്കാണിച്ച് അതിനെ ഉപദേശിച്ച് അതിനൊരു വഴിയാക്കുന്നവർ അത്ര വർത്തമാനത്ത് നിൽക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കിടന്നാറുന്നത് പോലെ നാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പറഞ്ഞു വരുന്നത്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ള ദാമ്പത്യ ജീവിതം ദമ്പതിമാർ പ്രത്യേകം കണ്ടിരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റാനായി നിങ്ങൾ അത് അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങളുടെ എനർജി എന്തിനാണ് മാറ്റുന്നത്, നിങ്ങളുടെ എനർജി എന്തിനാണ് കളയുന്നത്, നിങ്ങൾ സ്നേഹിക്കാനായി ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്താനം പറയുന്നവരുടെ തനിക്കുണമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പ്രൊഫഷണലി ഇരുവർക്കും ഉണ്ടാകുന്ന ഈഗോ ക്ലാഷിനിടെ പറഞ്ഞവസാനിച്ച സെറ്റോ ബോക്സ് തലക്ക് എടുത്തടിച്ചുകൊണ്ടാണ്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായ മരിയോ ജോസഫും ജിജി മരിയോയും 9 മാസമായി അകന്നു കഴിയുകയാണെന്നും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ മാസം 25-ന് സംഘർഷമുണ്ടായതെന്നുമാണ് FIR-ൽ പറയുന്നത്. തർക്കത്തിനിടെ മരിയോ ജിജിയുടെ തലയ്ക്ക് സെറ്റോ ബോക്സ് കൊണ്ട് അടിക്കുകയായിരുന്നു എന്നാണ് പരാതി. ചാലക്കുടി ഫിലോകാൽഫിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ദമ്പതികളായ മരിയോ ജോസഫും ഭാര്യ ജിജി മരിയോയും. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് മരിയോയ്ക്കെതിരെ കേസ്. കുറ്റം തെളിഞ്ഞാൽ 1 മാസം തടവോ 5000 രൂപ വരെ പിഴയോ ശിക്ഷ ലഭിച്ചേക്കാം. ജിജി മരിയോയും മരിയ ജോസഫും തമ്മിൽ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതോടെ 9 മാസമായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഒക്ടോബർ 25-ന് വൈകിട്ട് 5:30 ജിജി ഭർത്താവായ മരിയോയുടെ വീട്ടിൽ എത്തി. സംസാരിക്കുന്നതിനിടയിൽ തർക്കമാവുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് മരിയോ ജിജിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. തുടർന്ന് ഇടത് കൈയിൽ അത് കടിക്കുകയും തലമുടി പിടിച്ച് വലിക്കുകയും ചെയ്തു. 70,000 രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയൊക്കെ വരുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കളിയാക്കലൊക്കെയാണ് ഉണ്ടാകുന്നത്. കാരണം മറ്റുള്ളവർ എങ്ങനെ നടക്കണം, മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വലിയ വായിൽ വർത്താനം പറയുന്നവരാണ് ഈ ടീമുകൾ. മാത്രമല്ല 100 വീട് വെച്ച് നൽകാമെന്ന ചാരിറ്റിയുടെ പേരിൽ 20 വീട് വെച്ച് നൽകുകയും അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ബാക്കിയുള്ള 80 വീടുകളുടെ പണം തട്ടുകയും ഒക്കെ ചെയ്യുന്ന ചില തട്ടിപ്പ് സംഘവും ഒക്കെയാണ് ഇവർ ഉള്ള വിമർശനവും വരുന്നുണ്ട്. എന്തായാലും ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇവരുടെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ മരിയോ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. പ്രിയപ്പെട്ട കുട്ടൂസെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. അന്നും ഇന്നും എന്നും നിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ ആദ്യ ദിനം പോലെയാണ്. നിന്റെ കൈ പിടിക്കുമ്പോൾ എൻ്റെ ആത്മാവും മനസ്സും ശരീരവും സന്തുലിതമാകുന്നത് ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തിലെ ആദ്യവും അവസാനവും നീയാണെന്ന് ഉറപ്പ് തന്നെയാണ് എൻ്റെ സ്നേഹം. സ്നേഹം മങ്ങുന്നില്ല, അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഞാൻ നിന്നെ പുതുതായി സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിന്റെ ആദ്യ അവസാന അധ്യായം നീ മാത്രം. ഒത്തിരി ദൂരെയാണ് നീ എങ്കിലും ഇന്ന് ഈ ദിവസം അടുത്തു വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. 21ാം വിവാഹ വാർഷിക ആശംസകൾ. ഒത്തിരി സ്നേഹത്തോടെ കുട്ടൂസന്റെ സ്വന്തം ചേട്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഈ കുട്ടൂസനും ചേട്ടായും കണ്ടുമുട്ടുന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ്. രണ്ടുപേരും മുസ്ലിം ആയിരുന്നു, മുസ്ലിമിനെ ക്രിസ്ത്യാനിയായി കൺവേർട്ട് ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിലേക്കൊന്നും തന്നെ ചികഞ്ഞു പോകുന്നില്ല. പക്ഷെ ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ മറ്റുള്ള ചില അതിന്റെ കമന്റ് ബോക്സ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ജിജി പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ വലിയ കളിയാക്കിയൊക്കെ വരുന്നുണ്ട്. ഞാൻ HDFC ബാങ്കിൽ പോയി 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടേ? 10 ലക്ഷം ഇടേണ്ടേ? അവിടെ 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്താലല്ലേ നമുക്ക് 10 ലക്ഷം തിരിച്ചെടുക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ എന്താണോ ഭർത്താവിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതല്ലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ ദേഷ്യമാണ്, റിജക്ഷൻ ആണ്, ഇൻസൾട്ടിങ് ആണ് ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ പലിശ സഹിതം നമുക്കതല്ലേ കിട്ടുക. അത് കർമ്മഫലം, അത് ഉറപ്പായി നമുക്ക് കിട്ടും. ജിജി മാഡത്തിന്റെ മോട്ടിവേഷൻ പൊളിച്ചു. മാഡത്തിന് കൃത്യമായി തന്നെ കിട്ടി. മരിയോ സാർ സെറ്റോ ബോക്സ് എടുത്ത് തലയ്ക്കങ്ങോട്ട് അടിച്ചു. കർമ്മഫലം അല്ലേ മാഡം? കൈകൾ കടിച്ചു പറിച്ചു, മുടിക്ക് കുത്തിപ്പിടിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. തീർന്നില്ല, 70,000 രൂപ വിലയുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. കൂടാതെ നിലത്തിട്ട് തട്ടിയെന്നും FIR-ൽ പറയുന്നുണ്ട്. 1 മാസം തടവും 5000 രൂപ പിഴയും ലഭിക്കും
ശിക്ഷിക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജിജിക്കെതിരെ മരിയോയും കേസ് കൊടുത്തിട്ടുണ്ട്. മരിയോയെ ജിജി എടുത്തിട്ട് അലക്കി ഉടുത്തു എന്നും പല്ലിന്റെ എണ്ണം കുറഞ്ഞു എന്നും എല്ലിന്റെ എണ്ണം കൂടി എന്നും ഒക്കെ പരാതിയുണ്ടത്രേ. കൂടാതെ മൂത്രമൊഴിക്കാവുന്ന പോലും സാധിക്കാത്ത വിധം എന്തോ മർമ്മപ്രയോഗം നടത്തിയെന്നും കേൾക്കുന്നു. ഇന്നലെയും മോട്ടിവേഷൻ വീഡിയോ ഇട്ടവരാണ്. 9 മാസമായി രണ്ടുപേരും 2 വീട്ടിലാണ് അത്രേ താമസം. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നതെല്ലാം നാറ്റമാണ്. നാറാത്തത് ഒന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുക. നല്ല വീഡിയോ ഒക്കെയാണ്, എല്ലാവരും കാണണം. കമന്റ് ഇടുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായ മെരിയോ ജോസഫും ജിജി മരിയോയും 9 മാസമായി അകന്നു കഴിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമം എടുത്തിട്ട് അലക്കുകയാണ്. എന്തായാലും ഈ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ സന്തുഷ്ടരായിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും സന്തോഷം മാത്രമേ അവർ ഫേസ്ബുക്കിലൊക്കെ പങ്കുവെക്കാറുള്ളൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ പങ്കുവെക്കാറുള്ളൂ. അതൊക്കെ പിന്നാമ്പുറത്തിലേക്ക് മറ്റു വലിയ വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഇത്തരത്തിൽ ചെറിയ ആളുകളുടെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ മാത്രമേ, ചില കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് വാർത്തയിൽ നിന്നും വ്യക്തമാകുന്നത്.